ഈ PM ശ്രീ പദ്ധതി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. സത്യത്തിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തും വിവാദം ഉണ്ടാക്കേണ്ടതാണോ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട വിഷയമല്ലാതിട്ട് കൂടി കേരളവും തമിഴ്നാടും ബംഗാളും ഒഴികെ ബാക്കി ഒരു സംസ്ഥാനങ്ങൾ അതിൽ വന്നിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കേരളം അത് അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കേരളത്തിനകത്ത് പുകയുന്നതെന്ന് വെച്ചാൽ മുന്നണി സംവിധാനത്തിലെ വലിയ പൊട്ടിത്തെറിയാണ്. LDF എന്ന് പറയപ്പെടുന്ന മുന്നണിക്കുള്ളിൽ CPI എന്ന് പറയപ്പെടുന്നത് മന്ത്രിസഭാ യോഗങ്ങളിൽ തേരാതെ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ തീരും, ഇതോടുകൂടി LDF എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇവിടെ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. CPI ഈ LDF വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവരുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഈ UDF മാത്രമേ ഉള്ളൂ, വേറൊരാളും ഇല്ല. കാരണം അവർ ഈ BJP ആയിട്ടോ NDA ആയിട്ടോ ഒരിക്കലും അടുക്കില്ല. കാരണം RSS നയങ്ങളോടുള്ള അവരുടെ വളരെ കൃത്യമായിട്ടുള്ള നയമാണ് അവർ ഈ PM ശ്രീ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്, ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. സത്യത്തിൽ CPIയുടെ ഭാവി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? അവർ ഈ LDF ഒക്കെ വിട്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത്? അതെ, ഇപ്പോൾ ഈ PM ശ്രീ വിവാദം നമ്മളൊന്ന് വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആശയ പാപ്പരത്വം ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ CPIM-ഉം CPI അവർ കേരളത്തിലെ പ്രധാന പാർട്ടികൾ തന്നെയാണ്. പക്ഷെ അവർ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, അവരുടെ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് വളരെ കാലഹരണപ്പെട്ട ഒരു ഐഡിയോളജി ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അവർ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വിലയിരുത്തുവാനല്ല ശ്രമിക്കുന്നത്. ഇപ്പോൾ BJP എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക, അത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കുകയും അതിനെ എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ വർഗീയതയ്ക്കെതിരായി ഒരു വലിയ നിലപാട്, കർശനമായ നിലപാട് കാർക്കശ്യത്തോടു കൂടി നടപ്പിലാക്കുന്നത് ഞങ്ങൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുകയുമാണ് ഇന്ന് ഇവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യത്തിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർ ഈ പറയുന്നതിലൊന്നും ഒരു സത്യവുമില്ല എന്നുള്ളതാണ്. കാരണം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക. ഇപ്പൊ തന്നെ PM ശ്രീ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഫുൾ ഫോം തന്നെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം ഫോർ റൈസിംഗ് സാഫ്രൺ എന്നുള്ളതല്ല, ഇന്ത്യയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ സ്കൂളുകളിൽ എന്താണ് വേണ്ടത് അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഒരുപാട് ഈ കാണാപ്പാഠം പഠിച്ച് എഴുതുകയും പ്രായോഗിക പരിജ്ഞാനത്തിനോ പ്രവൃത്തി പരിചയത്തിനോ ഒന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുകയും ചെയ്യുക വഴി നമ്മൾ ഒരുപാട് ബുക്കിഷ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ വ്യവസായ രംഗത്തേക്ക് അല്ലെങ്കിൽ ഉന്നത പഠനത്തിലേക്ക് അയക്കുന്നത്. അപ്പം അതൊക്കെ ഇന്ന് ലോകമെമ്പാടും മാറിക്കഴിഞ്ഞ സംഗതികളാണ്. പ്രായോഗിക പരിജ്ഞാനം വഴി എങ്ങനെ നമുക്ക് സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തിയെടുക്കാം, കായികപരമായും കലാപരമായും സാംസ്കാരികമായും നമുക്ക് എങ്ങനെ അത് വിദ്യാർത്ഥികളിൽ ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ നേടിയെടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇന്ന് സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് വഴി കുട്ടികൾക്ക് ജീവഹാനി വരെ സംഭവിക്കുന്നു. ഷോക്കേറ്റ് കുട്ടികൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന സ്ഥിതിയായിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഉപരി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ്. എന്നാൽ കേരളത്തിലെ സർക്കാരിന് ഇതിനൊന്നും ചിലവാക്കാൻ പണവും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് CPM-ന് സംശയം വരുന്നത്. താങ്കൾ പറയുന്ന ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഏകദേശം 360ഓളം സ്കൂളുകളിലേക്കാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതെ, ബാക്കിയുള്ള സ്കൂളുകളിലൊന്നും നടപ്പിലാക്കുന്നുമില്ല. എന്നാൽ ഈ 360 സ്കൂളുകളിൽ മാത്രം മതിയോ ഇത്തരത്തിലുള്ള സംവിധാനം? അതോ ഈ 360 സ്കൂളുകൾ കൊണ്ട് തീർക്കാവുന്ന വിഷയമാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്കൂളുകളെല്ലാം ഇത് നടപ്പിലാക്കേണ്ടതുമാണ്. അത് നടപ്പിലാക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഈ വിദ്യാഭ്യാസ കരിക്കുലം എന്ന് പറയപ്പെടുന്നത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കരിക്കുലത്തിലേക്ക് നമ്മൾ എത്തുന്നുമില്ല. അല്ലെങ്കിൽ കരിക്കുലം മാറ്റി ഇനിയിപ്പോൾ പുതിയൊരു കരിക്കുലത്തിൽ എത്താമില്ല. പെട്ടെന്നൊരു സൈൻ ചെയ്യുക, ഒരു ഒപ്പിടുക, PM ശ്രീ പദ്ധതിയിലോട്ട് ഒപ്പിടുക. ഏകദേശം 1446 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പദ്ധതി വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് CPI പോലുള്ള പാർട്ടിയെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുക. സത്യത്തിൽ ഈ 1446 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു പദ്ധതിയാണ്. ഇത് മാത്രമല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ
സമ്പ്രദായം എന്ന് ആലോചിച്ച് നോക്കിയ കേരളത്തിലെ വിദ്യാഭ്യാസ സ്കൂളുകൾ അടിസ്ഥാനപരമായിട്ട് താങ്കൾ പറയുന്ന പോലെ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളുണ്ട്, പൊളിഞ്ഞു വീഴാറുള്ള ഇടങ്ങളുണ്ട്, എല്ലാം ശരി തന്നെയാണ്. എങ്കിൽ പോലും പലയിടങ്ങളിലും അതിൻ്റെ അവസ്ഥ ഈ നമ്മൾ പറഞ്ഞ പോലെ 14,700 എന്ന് പറയപ്പെടുന്ന സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്ന് വളരെ മുമ്പിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയ സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. കാരണം PM ശ്രീ പദ്ധതി പ്രകാരം താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, കായികമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ട കളിസ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, മാത്രമല്ല അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക, അതായത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ സംവിധാനം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ പല കാലങ്ങളിലായിട്ട് നടപ്പിലാക്കി വന്നതാണ്. താങ്കൾക്കും അറിയാമായിരിക്കും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അടക്കമുള്ളവയിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി ചേർത്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു PM ശ്രീ പദ്ധതി ഉണ്ടാകുന്നു. ആ PM ശ്രീ പദ്ധതിയിലേക്ക് എന്തുകൊണ്ടാണ് ഇവർ ആദ്യം ചേരാതിരിക്കുകയും ഇപ്പം ചേരുകയും ചെയ്യും? അതെ, ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ഇപ്പോൾ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട്, അതിപ്പോൾ ഈ പോളിസി വിഷയം കൊണ്ടായാലും രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടായാൽ പോലും, നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ PM ശ്രീയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ജനങ്ങൾക്ക് തന്നെ അതിലൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കും. അവർക്ക് ഇത് രണ്ടും നേർക്കുനേർ താരതമ്യം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഇതിനൊരു ഉത്തരം തന്നെ ഉണ്ടാകും. കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു മേഖലയാണത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നേറ്റത്തിൽ 2 സ്കൂളുകൾ ഒരു ബ്ലോക്കിലുണ്ട്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. കേരള സർക്കാർ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു, ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകട്ടെ. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നേ, അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിജയമായിരുന്നേ, അത് നമുക്ക് എങ്ങനെ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വിജയമായിരുന്നേ. കാരണം ഒന്നിനെയും നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയതുകൊണ്ട് കാര്യമില്ല. എപ്പോഴും പുതിയ ഇന്നവേഷന് വേണ്ടിയുള്ള നമ്മുടെ ആ ഒരു റെഡിനെസ്, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ പോകുന്നത്. അപ്പം ആ ഒരു വലിയ അവസരം, ഇതൊരു ഫണ്ടിന്റെ മാത്രം വിഷയമല്ല, ഇത് ആശയ പാപ്പരത്വം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറിയുന്ന CPIയും CPMും അവർ ഏതാണ്ട് ഒരേ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ CPIയോട് പറയുക പോലും ചെയ്യാതെ ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനോട് CPIM പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ PM ശ്രീ പദ്ധതിയിൽ സ്കൂളുകളെ മുന്നോട്ട് വരുവാൻ താല്പര്യപ്പെടുകയാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന നമ്മൾ ഉറ്റുനോക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രാഷ്ട്രീയപരമായി വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് CPI ഇന്ന് എത്രത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്ന ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്ന അതായത് നമ്മുടെ ഒരു സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കേണ്ട 2 പാർട്ടികളിൽ ഇന്ന് അവർ തമ്മിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാത്ത രീതിയിലുള്ള എതിർപ്പുകളാണ് കാണുന്നത്. ഒരു ഈഗോ ബാറ്റിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി CPMന്റെ ഭാഗത്ത് എന്ന് പറയുന്നത് ഏത് CPI എന്നുള്ളതാണ്. അപ്പൊ അതാണ് സത്യം. CPI ഇന്ന് CPIയുടെ വില മനസ്സിലാക്കുന്നതാണ് നല്ലത്. അവർക്ക് യാതൊരു ഭാവിയും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് കമ്മ്യൂണിസം തെറ്റോ ശരിയോ ആകട്ടെ, പക്ഷേ കമ്മ്യൂണിസത്തിൽ ശരിക്ക് പ്രവർത്തിക്കുന്ന പാർട്ടി CPI ആണ് എന്നാണ് എൻ്റെ ഒരു വിശകലനം. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഒരുപാട് മുതലാളിത്തത്തെ എതിർക്കുകയാണെങ്കിലും അവർ ഐഫോൺ കൊണ്ട് നടക്കുകയും അതുപോലെ അദാനിയുടെ വാഴ്ത്തുപാട്ട് പാടുകയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPI കുറച്ചും കൂടെ അവരുടെ തത്വശാസ്ത്രം, അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അതിനോട് യോജിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം അത്തരത്തിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ തന്നെ ഒരു സഹോദര പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള അവഹേളനവും പുറത്തു നിർത്തൽ എന്നുള്ള രീതി ശരിയായിരിക്കാം. താങ്കൾ പറയുന്ന പോലെ അത്തരത്തിൽ ഈ സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനും ഈ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പം എനിക്കൊന്ന് അഡ്വാൻസ് തോട്ട്സിലോട്ട് പോകുന്ന സമയമാണ്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടിക്കലായിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതായിരിക്കുമല്ലോ CPM തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ പറഞ്ഞു വെച്ചാൽ, CPI ഇപ്പോഴും ആ അപരിഷ്കൃതമായിട്ടുള്ളൊരു സംവിധാനത്തിൻ്റെ കീഴിൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംസാരിക്കേണ്ടി വരുമോ? അതോ ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അതിനെ പാടെ അങ്ങ് എതിർക്കുക എന്നൊരു സമീപനമാണോ CPI സ്വീകരിച്ചിരിക്കുന്നത്? അതോ നയത്തിൽ നിന്നുള്ള വ്യതിയാനം കൊണ്ട് അവർ ഇങ്ങനെ മാറ്റം വരുന്നതാണോ? മറ്റൊന്ന്, ഈ കേരളത്തിൽ ഇനിയുള്ള ഇവരുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് വളരെ ദയനീയമാണ്. കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി CPI എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി അല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ എങ്ങനെയായിരിക്കും ഇനിയുള്ള, അതാണ് നമുക്ക് ഏറ്റവും സമ്പൂർണ്ണമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഇടതുമുന്നണിയുടെ ഭാഗമാകുമോ, അതോ അവരുടെ രാഷ്ട്രീയം തന്നെ നശിച്ചു പോകുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ രാഷ്ട്രീയം തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ CPI ഇതിനെ എതിർക്കുകയാണ്, അതിലും യാതൊരു കഴമ്പുമില്ല. എന്നാൽ CPIM അവർ ഇതിനോട് യോജിക്കുകയാണ്, എന്നാൽ അതിനും ഒരു കഴമ്പുമില്ല. അതൊരു പ്രായോഗിക രാഷ്ട്രീയം എന്ന് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കയ്യിൽ എടുത്ത് ചെലവാക്കാൻ ഫണ്ടില്ല എന്നുള്ളതാണ്. ഇവർ തന്നെ സ്കൂൾ നവീകരണം എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വലിയൊരു കമാനം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്, സ്കൂളുകൾ ഇന്ന് നമ്മൾ കണ്ടാൽ പുറത്തുനിന്ന് നോക്കിയാൽ എന്തോ 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് തോന്നും. ശരിയാണ്, പുറത്തുനിന്ന് നോക്കിയാൽ തോന്നും. പക്ഷെ അകത്ത് ഒരു മാറ്റവുമില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? ഈ ഫണ്ടുകൾ തിരിമറി നടത്തുവാൻ വേണ്ടി ചില കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഒരു ആഗോള നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. അതിനെക്കുറിച്ച് അവർ ബോധേഡുമല്ല എന്നുള്ളതാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ എപ്പോഴും സംസ്ഥാനങ്ങളുടെ ക്ഷേമവും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനുള്ള ബാധ്യത എപ്പോഴും കേന്ദ്ര സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് പിടിച്ചു വയ്ക്കൽ അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കാതിരിക്കൽ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല, അല്ലേ? എന്തായാലും ഈ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ കൂടിയും അവർക്ക് ചുരുൾമലയിലും മുണ്ടക്കയിലുമുള്ള ദുരിതാശ്വാസ നിധി അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തേ മതിയാകും. അതിന് ചിലപ്പോൾ കുറവ് വന്നേക്കാം, പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പദ്ധതിയായിട്ടും ഒരു ഒപ്പുവെപ്പായിട്ടും എനിക്കിതിന് തോന്നുന്നില്ല. ഇതിനകത്ത് മറ്റെന്തോ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിനകത്ത് സ്വമേധയാ എടുത്തൊരു തീരുമാനമാണ്. പാർട്ടി പോലും അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല, ഘടകകക്ഷികൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ CPI മാത്രമല്ല, കേരള കോൺഗ്രസ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും പിണറായി വിജയൻ ഇതിനകത്തൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? CPI പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ളതാണോ? ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ CPIM-ന്റെ ഭരണ നിർവഹണം എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ട് തിരിമറി നടത്തുവാനുള്ള അവസരങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പൊ തന്നെ വേൾഡ് ബാങ്കിന്റെ പ്രോജക്റ്റിന്റെ ഫണ്ട് വരെ ഇവിടെ തിരിമറി നടത്തി. റെയിൽവേയുടെ ഫണ്ട് തിരിമറി നടത്തുന്നതിലും അവർ പണ്ടേ വളരെ വിദഗ്ധരാണ്. ഇപ്പം ഏതെങ്കിലും രീതിയിൽ കോൺഫറൻസുകൾ നടത്തുക, മറ്റാഘോഷങ്ങൾ നടത്തുക, അവരുടെ കൂടെ നിൽക്കുന്നവരെ, അവരെ പിന്തുണയ്ക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനായി ഫണ്ട് തിരിമറി നടത്തുക, പിന്നെ പാർട്ടിക്ക് വേണ്ടി എടുക്കുക, നേതാക്കൾക്ക് വേണ്ടി എടുക്കുക, ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ അതിന്റെ മുമ്പിൽ CPI-യൊക്കെ തള്ളിക്കളയേണ്ട ഒരു പാർട്ടിയാണ്. അപ്പൊ ഇപ്പം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് CPIM എന്ന് പറയുന്നെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള ആയി മാത്രം മാറിയിരിക്കുകയാണ്. അതിലെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇവർ കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുന്ന പോലുമില്ല. അവരിന്ന് കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പം വലത് പക്ഷ വിരുദ്ധരാണ് എന്നവർ പറയുന്നെങ്കിലും അവരിന്ന് വർഗീയ പ്രീണനം നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക. ഇവര് പുറത്തു പോകുമോ? ഈ CPI പുറത്തു പോകും? CPI എനിക്ക് തോന്നുന്നത് കാലക്രമേണ അവരുടെ ആ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാകും. കാരണം അവർക്ക് ഇനി സീറ്റുകൾ ജയിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും, സീറ്റുകൾ CPIM-ന്റെ നിന്നും ബാർഗെയിൻ ചെയ്ത് എടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരു അവരുടെ ആ ഒരു വംശനാശം സംഭവിക്കുന്നതിന്റെ ഒരു പാതയിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേറെ മറ്റ് പൊളിറ്റിക്കൽ ഓപ്ഷൻസും ഇല്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ CPM-നോടൊപ്പം ചേർന്ന് നിന്ന് അടിമയായിട്ട് ജീവിക്കുക, അല്ലേ? ഇല്ലെങ്കിൽ നട്ടലുള്ള പാർട്ടിയും പ്രസ്ഥാനമാണോ എന്ന് പറഞ്ഞ് ഇവരുടെ ഈ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോവുക. ഇത് അവിടെ പോയി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതിവിശേഷം. കാരണം അവിടെയും അവർക്ക് അത്രത്തോളം വലിയ സാധ്യതകളൊന്നും ഈ CPI വരുന്നതുകൊണ്ട് UDF-നും ഇല്ല, ഇവർക്കും CPI-ക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം താങ്കൾ പറഞ്ഞ പോലെ കാലഹരണപ്പെടുന്ന ഒരു പാർട്ടിയായി CPI മാറുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു പോയി എന്നുള്ള കാര്യത്തിൽ ഇന്ന് യാതൊരു സംശയവും ആർക്കും ഇല്ല. CPIM ആണ് അത് ആദ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിസത്തെ വളരെ സൈഡ് വാരം തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തം തന്നെയാണ് അവരിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ കേഡറുകൾക്ക് വേണ്ടി, അവരുടെ പിണിയാളുകൾക്ക് വേണ്ടി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവരുടെ പാർട്ടിക്ക് വേണ്ടി. അല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒരു വളരെ സുതാര്യവും ഒരു കോമ്പറ്റീഷനിൽ അടിസ്ഥിതമായ ഒരു മാർക്കറ്റ് എക്കോണമി ഇവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവർ ആ ഗുണങ്ങൾ നേടിയെടുക്കുന്നത് അവർക്കും അവരുടെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് അവിടെ നിൽക്കുകയാണെങ്കിലും മുതലാളിത്ത വ്യവസ്ഥയെ പിൻപറ്റിയാണ് ഇവർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇന്നിപ്പോ നമ്മുടെ വ്യവസായ മന്ത്രി അദാനിയുടെ ഒരു സ്പീച്ച് ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവർ എന്ത് കമ്മ്യൂണിസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പൊ അവരുടെ പേര് തന്നെ ഇനി മാറ്റി എഴുതേണ്ടി വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതിൽ നിന്ന് പാർട്ടി എന്നുള്ള വാക്ക് മാത്രമേ ഇന്ന് പ്രസക്തമുള്ളൂ, ബാക്കിയെല്ലാം അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. CPI മാറാതിരിക്കുന്നത് കൊണ്ട്, CPIM മാറുന്നത് കൊണ്ട് അവർക്ക് ഇന്നും പ്രസക്തിയുണ്ട്. CPI മാറുകയും ചെയ്യില്ല. അവരിന്നും ആ തെറ്റുകളെല്ലാം അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പറയുകയും അതിന്റെ പേരിൽ CPI-യുമായി
കൊമ്പ് കോർക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ അപ്രസക്തരാകും. ഇന്ന് തന്നെ CPI-യിൽ വളരെ ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം? അതിനുവേണ്ടി എന്താണ് നിങ്ങളുടെ പ്രവർത്തന പദ്ധതി? ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. CPIM-ന് ഇതെല്ലാം ഉണ്ട്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുള്ളതല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ CPI-യുടെ വംശനാശം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ കാലത്തിനനുസരിച്ച് മാറുവാൻ തയ്യാറല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് വളരെ പെട്ടെന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കക്ഷികളിൽ പോലും ഒരു വലിയൊരു മുന്നണിയിലേക്ക് പോകുവാൻ വേണ്ടി മറ്റ് കക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള യാതൊരു സംഭവവും ഇന്ന് ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ മുന്നണിയിൽ ഈർക്കിലി പാർട്ടികൾ പോലും വളരെ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പക്ഷേ CPI-ക്ക് അതുപോലും പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന്റെ വ്യക്തമായ കാരണം ഇത് മാത്രമാണ്. അവരിന്ന് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയുമില്ല, അത് കാലഹരണപ്പെട്ടു പോയതാണെന്ന് ഇന്ന് അവരുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി പോയത് കൊണ്ട്, അതിൽ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ഇന്ന് അവർക്ക് മാറി ചിന്തിക്കുവാൻ സാധിക്കാതെ അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളും അവരുടെ തന്നെ ഏറ്റവും അടുത്ത നിൽക്കുന്ന ഒരു പാർട്ടിയായ CPM പോലും അത് നിരാകരിച്ചുകൊണ്ട് ഏത് CPI എന്ന് ചോദിച്ചുകൊണ്ട് CPI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ LDF-ൽ പോലും CPI-ന് ഇനി യാതൊരു പ്രസക്തിയും ഉണ്ടെന്ന് തോന്നുന്നില്ല. പുറത്തു വന്നാലും അതുപോലെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് CPI-ക്ക് നിർണായകമായ ദിനങ്ങൾ തന്നെയാണ്. അത് പുറത്തു കൊണ്ടുവരുന്നതിൽ ഈ ഒരു PM ശ്രീ പദ്ധതിക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ, എന്തൊക്കെയാണ് പാർട്ടികൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് ആ സംസാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.